പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത്. അക്വേറിയം സെറ്റ് ചെയ്ത് അന്ന് തന്നെ മീനുകളൊക്കെ ചത്തുക, അല്ലെങ്കിൽ നേരത്തെ ഉള്ള അക്വേറിയം ക്ലീൻ ചെയ്തതിന് ശേഷം മീനുകളൊക്കെ ചത്തുവന്ന്. അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം നല്ല ക്ലിയറായി വരുന്നില്ല. ഇതുവരെ ടാങ്കിന് ഒരു ലീക്കും ഇല്ലായിരുന്നു, ഇപ്പം വെള്ളം വല്ലാണ്ട് കുറഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്താൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഫസ്റ്റ് വേണ്ടത് ഒരു ബക്കറ്റാണ്. പിന്നെ ഈ അക്വേറിയത്തിലെ വെള്ളം ഉണ്ടല്ലോ, നേരത്തെയുള്ള വെള്ളം പിന്നെ കിണറിലെ വെള്ളം കൂടി മിക്സാക്കി വെക്കുക. അക്വേറിയത്തിലുള്ള മീനിനൊക്കെ ഇതിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾ പുതുതായി കൊണ്ടുവരുന്ന മീനാണെങ്കിൽ നിങ്ങൾ കവറോടെ തന്നെ ഇതിലേക്ക് കുറച്ച് സമയം വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ആ തണുപ്പിലുള്ള വ്യത്യാസവും pH ലെവലൊക്കെ കറക്റ്റായി കിട്ടും. ഫിഷ് ടാങ്കിലെ വെള്ളത്തിൽ ഒരുപാട് അമോണിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെടികൾക്കൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഒരു പഴയ ബക്കറ്റിലേക്ക് ഇത് ഫില്ല് ചെയ്യുന്നതായിരിക്കും ഒഴിവാക്കണം. ഇതുപോലുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് ടാങ്കിലെ വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കുക. പൂപ്പലുകളൊക്കെ ഒരുപാടുണ്ടാവും. ഈ ഒരു വാക്വം പൈപ്പിൻ്റെ ആ ബ്ലൂ കളർ കുറച്ച് പ്രസ് ചെയ്താൽ ഉള്ള കച്ചറ മൊത്തം വരും കേട്ടോ. ഈ ഫിഷ് ടാങ്ക് അവിടെ നിന്ന് നീക്കാനോ ചരിക്കാനോ ഒന്നും പാടില്ല. ഒരു ചെറിയൊരു അനക്കം നിങ്ങൾക്ക് നീക്കണേ തന്നെ കംപ്ലീറ്റ് വെള്ളവും മണലൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം നീക്കുക, ശ്രദ്ധിച്ച് നീക്കുക. അങ്ങനെ ചെയ്താൽ ക്ലീനിങ്ങിന് ശേഷം ലീക്കാവുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. പുതുതായി അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ദിവസം മുന്നേ, മീനിനെ വാങ്ങുന്നതിന് 3 ദിവസം മുന്നേ എങ്കിലും അക്വേറിയമൊക്കെ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം. കുറച്ച് കല്ലുപ്പ് ഇട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് മീനിനെ വാങ്ങിയിടാം. പഴയ അക്വേറിയം ആണെങ്കിലും ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യണം. സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പ്ലെയിൻ ബ്രഷ് കൊണ്ട് കഴുകിയാൽ മതി. അതുപോലെ ബബിൾസ് മണലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ ഇത് കഴുകണം. എന്നാലാണ് നല്ല ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ടുള്ള ഒരു അക്വേറിയം നിങ്ങൾക്ക് ലാസ്റ്റ് സെറ്റായി കിട്ടും. ക്ലീനാക്കി വെച്ച ബബിൾസൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ചരൾ എന്നാണ് പറയുക. ഇത് ചെങ്കല്ലിൻ്റെ ബബിൾസാണ്, നാച്ചുറലാണ്, ഒരുപാട് കിട്ടും. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ബബിൾസിനേക്കാളും വെള്ളം കുറച്ചുകൂടി ക്ലീനായി ഒരുപാട് കാലം നിൽക്കുന്നത് ഈ ചരലിലാണ്. വയലിൽ നിന്ന് കിട്ടിയൊരു മരക്കഷ്ണോ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ അല്ലേ, അതുപോലെ നല്ല സമയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ അക്വേറിയം ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുക. ഒരു ഹാഫ് ഡേ എങ്കിലും നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടാവും. സമയമില്ലാത്ത ദിവസങ്ങളിൽ തിരക്ക് പിടിച്ചൊന്നും അക്വേറിയം ഒന്നും ക്ലീൻ ചെയ്യരുത്, സാവകാശം ചെയ്യുക. എന്നാലും നമ്മൾ ഈ പറഞ്ഞ ക്ലീനിങ് ഉണ്ടാവും, വെള്ളം ലീക്കാവുകയില്ല, ഒരുപാട് കാര്യങ്ങൾ, മീനുകൾ ചത്തുപോയില്ല. ഇതൊക്കെ അതിനൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതുപോലെയൊക്കെ ശ്രദ്ധിക്കുക. ഒരു ഹാഫ് ഡേ നമുക്ക് എന്തായാലും വേണം. തിരക്ക് പിടിച്ച് ചെയ്താൽ ഇത് 3 സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ഫോഴ്സിലൊന്നും അക്വേറിയം ഫില്ല് ചെയ്യാൻ പാടില്ല. വെള്ളം നിറഞ്ഞതിന് ശേഷം മീനുകളെ ഓരോന്നായി ഇതിലേക്ക് മാറ്റാവുന്നതാണ്. കുറച്ച് കല്ലുപ്പും കൂടെ ഈ വെള്ളത്തിലിടുക. കല്ലുപ്പിട്ട ഫംഗസ് ഒക്കെ മാറിക്കിട്ടും. ടാങ്ക് സെറ്റ് ചെയ്ത് തന്നെ ഫുൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി വരില്ല, പിറ്റേ ദിവസത്തേക്ക് അടിപൊളി ക്ലിയർ ആയി വരും. ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലൊക്കെ ഒരു സൊല്യൂഷനാണ്. വെള്ളം ലീക്കാവില്ല, മീനുകൾ ചത്തുപോകില്ല, അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടും. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നേരത്തെയുള്ള അക്വേറിയത്തിലേക്ക് നിങ്ങൾ പുതിയ മീനിനെ വാങ്ങിയിടുകയാണെങ്കിലും ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് കല്ലുപ്പ് ചേർത്ത് പുതിയ മീനിനെ അതിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടാങ്കിലേക്ക് മാറ്റിയാൽ മതി. ടാങ്കിലും കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണിത്. ഇതൊരു 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടും. അതാണ് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കരമായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഹാർഡ് വർക്ക് അപാരം തന്നെ കേട്ടോ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഈ അക്വേറിയം നിലനിർപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും കാണുമ്പോൾ ഒരു രസമാണ്, ഒരു എൻ്റർടൈൻമെൻറ്റാണ്, നല്ല ഒരു പീസ് മൈൻഡായിരിക്കും. നല്ല രസമുള്ള ഒരു അക്വേറിയം നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സുഖം തന്നെയാണ്. നാച്ചുറലായിട്ടുള്ള ഒരുപാട് വിലയൊന്നും കൊടുത്ത് വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലുള്ള ചരളും മരക്കഷ്ണങ്ങളും വയലിലുള്ള പുല്ലുകളൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു അക്വേറിയം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യും. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും ടാങ്ക് ഉണ്ടെങ്കിൽ ടാങ്ക് ക്ലീൻ ചെയ്യുക, പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുക. മീനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് പതുക്കെ പിടിക്കുക, ഒരു നെറ്റ് ഉപയോഗിച്ച് പിടിക്കുക. അതുപോലെ അക്വേറിയം ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം തലേ ദിവസം നന്നായിട്ട് ഫുഡ് കൊടുക്കുക. പിറ്റേ ദിവസം അതിന് ഫുൾ ഹെൽത്തി ആയിരിക്കും. ബാലൻസ് ഉള്ള ഫുഡൊക്കെ ക്ലീനിങ്ങിലൂടെ റെഡി ആവുകയും ചെയ്യും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണേ, ലൈക്കും ചെയ്യേ. ഉത്സവപ്പറമ്പിൽ ഒരു ഗെയിം കളിച്ചിട്ട് കിട്ടിയ മീനാട്ടോ, വലിയ മീൻ. 30 രൂപ കൊടുത്തിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു അക്വേറിയത്തിലേക്ക് ഇറക്കി തരും. 1 മിനിറ്റിനുള്ളിൽ എത്ര മീനിനെ വേണമെങ്കിൽ പിടിക്കാം. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. അത് ഞാൻ